എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ ശ്രുതിയും അവളുടെ കൂട്ടുകാരിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അവർ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാനുള്ള ഭാവത്തിൽ തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിലോ ഫോണിൽ 1-2 ഡിസൈൻസ് ഒക്കെ കണ്ടു. അപ്പം ദേടി ഇത് നോക്കിക്കേ, ഇത് നല്ലതാണോ? ഇതൊക്കെ ഇട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും മോളെ, നീ ഡിസൈൻ ഒന്ന് നോക്കിക്കേന്നും പറഞ്ഞ് ശ്രുതി തൻ്റെ കൂട്ടുകാരിയെ ആ ഡിസൈൻ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം തന്നെ കൂട്ടുകാരി പറയുന്നുണ്ട്, സംഭവമൊക്കെ സൂപ്പറായിട്ടുണ്ട്, പക്ഷേ മോളെ ഇത് നിന്റെ ബഡ്ജറ്റിൽ നിൽക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്ത് ബഡ്ജറ്റ് ആടി? അതിനിതൊക്കെ ഞാൻ വാങ്ങിച്ചെങ്കിലല്ലേ ഉള്ളൂ പ്രശ്നം. ഇതൊന്നും വാങ്ങാൻ പോകുന്നത് ഞാനല്ല. നീ അല്ലെന്നോ? പിന്നെ ആരാ ഇതൊക്കെ നിനക്ക് വാങ്ങിത്തരാൻ പോകുന്നത്? എടി എൻ്റെ ഭാവി അമ്മായിയമ്മ ചന്ദ്രമതി തന്നെ ആയിരിക്കും എനിക്കിതെല്ലാം വാങ്ങിത്തരുന്നത്. അതുകൊണ്ട് നീ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. സംഭവം എങ്ങനെയുണ്ട്? ഞാൻ ഇതെല്ലാം അണിഞ്ഞൊരുങ്ങിയൊക്കെ വരുമ്പം സൂപ്പർ ആയിരിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരിയാണെങ്കിലോ, സംഭവം പൊളിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ എടി എനിക്കൊരു പേടിയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവരെങ്ങാനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിന്നെ കൊല്ലുന്നത് പോലെ തന്നെ എന്നെ കൂടി തൂക്കി കൊല്ലും. അപ്പം ആ കാര്യം ആലോചിക്കുമ്പം എനിക്ക് നല്ല ടെൻഷനുണ്ട്. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചു. അപ്പം ശ്രുതിയാണെങ്കിലോ നല്ല കോൺഫിഡൻസിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് ശ്രുതിയുടെ അമ്മ വിളിക്കുന്നത്. അപ്പം അമ്മ മോളുടെ വിശേഷങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെയാണ് അവളെ വിളിക്കുന്ന സമയത്താണെങ്കിലോ ശ്രുതി ദേഷ്യപ്പെട്ട് സംസാരിക്കുക. അമ്മയോട് ആരാ പറഞ്ഞത് എന്നെ ഇങ്ങോട്ട് വിളിക്കാനായിട്ട്? അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ 3 ദിവസം കൂടുമ്പം അമ്മയുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് ഞാൻ അമ്മയെ അങ്ങോട്ട് വിളിച്ചോളാം. പിന്നെ എന്തിനമ്മ എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാനാണെങ്കിൽ ഇപ്പോൾ കല്യാണത്തിൻ്റെ ഒക്കെ തിരക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല പരിപാടികളിലൊക്കെയാണ്. ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നുള്ള കാര്യമൊക്കെ ഇവള് പറയുമ്പം, മോളെ നീ 3 ദിവസമായിട്ടും വിളിക്കാത്തത് കൊണ്ട് മാത്രമാണ് അമ്മ നിന്നെ ഇപ്പം അങ്ങോട്ട് വിളിച്ചത്. പിന്നെതാ നിന്റെ മോൻ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്, നിന്നോട് സംസാരിക്കണമെന്നും പറഞ്ഞ്. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു നല്ല കാര്യമാണ് നടക്കാൻ പോകുന്നത്. ദയവ് ചെയ്ത് നിങ്ങളായിട്ട് അത് നശിപ്പിക്കരുത് എന്നും പറഞ്ഞ് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ നമ്മുടെ ശ്രുതി കോള് കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അമ്മയ്ക്കും അതുപോലെ തന്നെ കുഞ്ഞിനും ഒക്കെ വലിയ വിഷമമായി. അങ്ങനെ അവർ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ കാണിക്കുന്നതൊക്കെ ശരിയാണോ? എത്രയൊക്കെ വന്നാലും നിന്റെ മോൻ തന്നെയല്ലേ, അതല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ എൻ്റെ നല്ല ഭാവിക്ക് ഞാനിപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മറന്നിരിക്കുന്നതാണ് നല്ലത് എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് അവളുടെ റൂമിൽ കയറി വാതിൽ കുറ്റിയിടുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയെയും രേവതിയെയുമാണ്. അപ്പം 2 പേരോടും അച്ചമ്മ പറയാണ്, നിങ്ങൾ 2 പേരും ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴണം, അതും 11 ദിവസം ചെയ്യണമെന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട്, എൻ്റെ പൊന്ന അച്ചമ്മയുടെ ഈ ആരാധനയൊന്നും തീർന്നില്ലേ? ഒരു കാര്യം ഞാൻ പറയാം, എനിക്കിവിടെ അധിക ദിവസമൊന്നും നിൽക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ കാറ് കൊടുത്തിരിക്കുന്നത് കൂട്ടുകാരൻ്റെ കയ്യിലാണ്. അവൻ അതൊക്കെ ഓടിയിട്ട് വേണം എൻ്റെ CC ഒക്കെ അടക്കാൻ. ചെറുക്ക, നിനക്ക് എത്ര രൂപ വേണമെങ്കിലും നിന്റെ അച്ചമ്മ തരില്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ കാശിന്റെ കണക്ക് പറയുന്നത്? അച്ചമ്മ തരേണ്ട കാശ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കിക്കോളാം. എന്നാ അച്ചമ്മ പറയുന്ന കാര്യം മോൻ കേട്ടേ പറ്റുള്ളൂ. 11 ദിവസം ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴണം. അവിടെ തൊഴുതു കഴിഞ്ഞാൽ അറിയാലോ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് അച്ചമ്മ ഇത്രയധികം കഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം രേവതിയുടെ കയ്യിലേക്ക് കുറച്ച് പൂജാ സാധനങ്ങളെല്ലാം നമ്മുടെ അച്ചമ്മ ഒരു കിറ്റിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ തൻ്റെ കൊച്ചുമോളെയും യാത്രയാക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് സച്ചിയുടെ കൂട്ടുകാരൻ വരികയാണ്. എടാ ഞങ്ങളെല്ലാവരും അവിടെ റെഡിയാണ്, നിന്റെ പ്രതീക്ഷയാണ് ഞങ്ങളെല്ലാം ഇരിക്കുന്നത്, നീ എന്താ ഇത്ര നേരമായിട്ട് വരാത്തേന്ന് ചോദിക്കുമ്പം പെട്ടെന്ന് തന്നെ സച്ചി, ഞാനത് മറന്നേ പോയി, അച്ചമ്മ അമ്പലത്തിൽ നാളെ പോയാൽ മതിയോ എന്ന് ചോദിക്കുമ്പം അച്ചമ്മ ഉടനെ വടിയെടുക്കുകയാണ്. അപ്പം ഇനി അച്ചമ്മയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ സച്ചിക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ സച്ചിയാണെങ്കിലോ, എന്നാ ശരി ഞാൻ അമ്പലത്തിൽ പോയിക്കോളാം. അല്ല ഒരു കാര്യം ചെയ്യ്, എടാ നിനക്ക് ഈ വണ്ടി ഇപ്പം എവിടെയെങ്കിലും കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് എവിടെയും കൊണ്ടുപോകാനില്ല അച്ചമ്മ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം എന്നാ ഒരു കാര്യം ചെയ് സച്ചി, നീ രേവതിയും കൂട്ടിയിട്ട് ഈ വണ്ടിയിൽ പോയിക്കോ, ഇവൻ ഇവിടെ അടുത്താണ് പോവേണ്ടതെങ്കിൽ അവൻ നടന്നു പോയിക്കോളില്ലെന്ന് പറയുകയാണ്.
അങ്ങനെ അച്ചമ്മയുടെ നിർദ്ദേശപ്രകാരം സച്ചിയും രേവതിയും കൂടി കൂട്ടുകാരൻ്റെ വണ്ടിയൊക്കെ എടുത്ത് അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോൾ അച്ചമ്മയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്തു. അപ്പം രേവതിയോട് നമ്മുടെ അച്ചമ്മ പറയുന്നുണ്ട്, മോളതെ പിടിച്ചിരിക്കണം കേട്ടോ, അതും വണ്ടിയിലല്ല അവനെ പിടിച്ച് ചേർന്നിരിക്കണമെന്നും പറഞ്ഞ് കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തു. അങ്ങനെ കൊച്ചുമോനും കൊച്ചുമോളും ക്ഷേത്രത്തിലേക്ക് പോയി. പിന്നീട് നമ്മുടെ മുത്തശ്ശി നമ്മുടെ മുരിങ്ങ പ്രയോഗം ഒന്നും കൂടി ചെയ്യുകയാണ്. മുത്തശ്ശി ആ മുരിങ്ങ മരത്തിൽ നിന്നും കുറച്ചധികം മുരിങ്ങ ഇലകളൊക്കെ അടർത്തിയെടുത്തു. അപ്പം ഇതും കണ്ടുകൊണ്ട് ഒരു ചേച്ചി അങ്ങോട്ട് പുള്ളിക്കാരി വന്നതും, അല്ല കലാവതി അമ്മ ഇപ്പം അങ്ങോട്ട് വണ്ടിക്ക് പോയത് അമ്മയുടെ സച്ചിയും അവൻ്റെ പെണ്ണും ആണോ എന്ന് ചോദിക്കുകയാണ്. അതെ അവർ തന്നെയാണ്, അവർ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയതാ. നിനക്കറിയാലോ കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അവർക്കൊരു കുഞ്ഞ് ജനിക്കുമെന്നുള്ളതാണ് ഈ നാട്ടിലെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ രണ്ടുപേരെയും പറഞ്ഞ് അമ്പലത്തിൽ വിട്ടിരിക്കുകയാണ്. അല്ല എന്നിട്ട് നിങ്ങൾ ഈ മുരിങ്ങയിലേക്ക് നുള്ളി ഇത് എന്താ പരിപാടിയും ചോദിക്കുമ്പം അതൊക്കെയുണ്ട്, അവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് അച്ഛമ്മ ഓരോ കുശല ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ആ ചേച്ചി പറയുന്നുണ്ട്, ഇതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ലെന്നേ, ഞങ്ങളുടെ വീട്ടിൽ 3-4 മുരിങ്ങ മരമൊക്കെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ കളിയാക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പം നമ്മളെ കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടി ആ ബൈക്കിന് ഇങ്ങ് വരുന്ന കാഴ്ചയാണ്. അപ്പം രേവതി ആണെങ്കിലോ അവിടെ അടുത്തുള്ള പാടവും വരമ്പും ഒക്കെ കാണുമ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായി. അതെ ഇവിടുന്ന് എങ്ങോട്ടാ ഇനി പോവേണ്ടതെന്ന് ചോദിക്കുമ്പം നമ്മൾ വന്ന വണ്ടി എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ പിന്നാലെ അങ്ങ് നടന്നു എന്ന് പറയാണ്. അപ്പോൾ ദാ സച്ചിയുടെ പിന്നാലെ രേവതി ആ പാടവരമ്പത്ത് കൂടി നടന്നു പോകുമ്പോൾ രേവതിക്കാണെങ്കിലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു പ്രകൃതിയും ഭംഗിയും ഒക്കെ. അങ്ങനെ അവൻ്റെ പിന്നാലെ പോകുന്ന ആ ഒരു സമയത്ത് ഒരു ഘട്ടം വന്നപ്പോഴത്തേക്കിനും പുള്ളിക്കാരിക്ക് ചെളിയിൽ ചവിട്ടിയിട്ട് നടക്കാനേ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പം നമ്മുടെ സച്ചി പതിയെ അവൻ്റെ കൈ കൊടുത്തിട്ട് അവളെ ഇങ്ങോട്ട് വലിച്ച് അടുപ്പിക്കുകയാണ്. അങ്ങനെ അവർ വലിയ കാര്യത്തിന് നടന്നു പോകുമ്പോൾ കുറച്ചധികം ചേച്ചിമാർ പാടത്തും പറമ്പിലും ഒക്കെ ആയിട്ട് ചില പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം, മോനെ നീ കലാവതി അമ്മയുടെ കൊച്ചുമോനല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ അതെ, ഇത് നിന്റെ ഭാര്യയാണോ? അല്ല നിങ്ങൾ ആ ക്ഷേത്രത്തിലേക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പം അതെ അതെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് തന്നെയാണ്. എന്തായാലും നല്ല കാര്യം തന്നെയാണ് മോനെ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞ് ജനിക്കാൻ ഞങ്ങളും പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് അവരും അങ്ങ് ആശീർവദിച്ച് വിടുകയാണ്. അങ്ങനെതാ അവർ ആ ക്ഷേത്രത്തിൻ്റെ എത്തിയപ്പോൾ തന്നെ അവിടെ അടുത്ത് തന്നെയുള്ളൊരു ചാലിൽ നമ്മുടെ രേവതിയും അതുപോലെ തന്നെ സച്ചിയും കൂടി കാലും കൈയും ഒക്കെ കഴുകി അവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, ഒരുപാട് ആൾക്കാർ, അതും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞുണ്ടാവുന്നതിന് വേണ്ടിയിട്ട് അവിടെ പൂജ നടത്തുകയാണ്. പ്രത്യേകിച്ച് ശാന്തിയോ ആൾക്കാരോ ഒന്നുമില്ല, തങ്ങൾ തന്നെയാണ് അവിടെ പൂജ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് മുത്തശ്ശി കൊടുത്തു വിട്ട പൂജാ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് അവൾ പൂജ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം സച്ചിയാണെങ്കിലോ എപ്പോഴും അറിയാമല്ലോ ആശാനൊരു ഇങ്ങനെ എന്താ പറയുക ഒന്നിലും ഒരു ശ്രദ്ധയില്ലാണ്ട് അങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം ഇവനാണെങ്കിൽ അവളെ കളിയാക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആ പൂജയൊക്കെ ചെയ്തു, തേങ്ങയൊക്കെ ഉടച്ച് അവിടെ വെച്ചു. അവസാനം സച്ചിയെ കൊണ്ടുവന്ന് രേവതി അവിടെ തൊഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തൊഴിലൊക്കെ കഴിഞ്ഞപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താ പ്രാർത്ഥിച്ചത്? നിങ്ങളെന്തെങ്കിലും പ്രാർത്ഥിച്ചായിരുന്നോ? ഞാൻ എന്നാ പ്രാർത്ഥിക്കാനാന്നേ, എനിക്ക് കിട്ടാനുള്ളതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ദൈവമായിട്ട് നമ്മൾ വലിയ കടമൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് പുള്ളിക്കാരനോട് ഞാൻ ഇതുപോലെയുള്ള അപേക്ഷകളൊന്നും കൊടുക്കാറില്ല. എനിക്കിതാ സ്നേഹനിധിയായിട്ടുള്ള ഒരു അച്ചമ്മയുണ്ട്, അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയുണ്ട്, വരുമാനമുണ്ട്, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന കൂട്ടുകാരും അച്ഛനും ഒക്കെ ഉണ്ട്. അതൊക്കെ പോരെ എനിക്കിനി മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ ഇച്ചിരി പ്രശ്നമുണ്ട്, ഉള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കടങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ആഞ്ഞു വിചാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഈ സച്ചിക്കൊരു വിഷയമെന്ന് പറയുമ്പം രേവതി ആണെങ്കിലും അവൾ ആ ദൈവത്തോട് പ്രാർത്ഥിച്ചത് താൻ ആഗ്രഹിക്കാതെ കിട്ടിയ ഒരു ജീവിതമാണ്. എന്നാൽ കൂടിയും ഇദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിയാണെന്നും പുള്ളിക്കാരൻ്റെ കൂടെ ജീവിത അവസാനം വരെ തനിക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു യോഗം ഉണ്ടാക്കണേ ദൈവമേ എന്നുമുള്ള കാര്യമൊക്കെയാണ്. അപ്പം അവൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് രണ്ടുപേരും ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സമയത്താണെങ്കിലോ കുറച്ച് ചേച്ചിമാർ പാടത്ത് നിന്ന് ഞാറ് നടുന്ന കാഴ്ച കാണുകയാണ്. അപ്പം നമ്മുടെ രേവതി സച്ചിയോട് പറയുന്നുണ്ട്, അയ്യോ എനിക്കിതാ ആ കാഴ്ച കണ്ടിട്ട് എനിക്ക് ആ പാടത്തിറങ്ങി ഞാറ് നടണമെന്നുണ്ട്, അതുകൊണ്ട് ഞാനും പോയി നട്ടോട്ടെ എന്ന് ചോദിക്കുമ്പം അതിനെന്താ, അതിന് നീ പോയി നട്ടോളൂ എന്ന് പറയുകയാണ്.
അപ്പോഴത്തേക്കിനും തന്നെ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി സാരിയൊക്കെ അങ്ങ് മടക്കി അങ്ങോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ആ ചേച്ചിമാരോടൊപ്പം ഞാറൊക്കെ നട്ടു. അപ്പം ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സച്ചിക്കും വലിയ സന്തോഷമായി. നമ്മുടെ രേവത ചെളിയിൽ ആകെ മുഴുവനും ദേഹമൊക്കെ ചെളിയായി കഴിഞ്ഞപ്പോഴത്തേക്കിനും കഴുകണമല്ലോ. അവിടെ കണ്ട ആ ഒരു അരുവിയിൽ പോയി കൈയും കാലും ഒക്കെ കഴുകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെള്ളമൊക്കെ തെറിപ്പിച്ച് രണ്ടുപേരും മൊത്തത്തിൽ നനഞ്ഞു. അങ്ങനെ നനഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തും ഇവർ തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിന്റെ ആഴം അത് നമ്മളെ കാണിക്കുന്നുണ്ട്. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉടക്കാണെങ്കിൽ കൂടിയും എവിടെയൊക്കെയോ ഒരു സ്നേഹം ഉണ്ട് രണ്ടുപേരും തമ്മിൽ. അങ്ങനെ അവരിങ്ങനെ ചിരിച്ചു നിൽക്കുന്നതൊക്കെ കാണിക്കുകയാണ്. അപ്പം ആ സമയത്താണെങ്കിലോ രേവതിയുടെ മുഖത്തെ സന്തോഷം കാണുമ്പോഴത്തേക്കിനും സച്ചിക്ക് മനസ്സ് നിറയാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് നാളെ എന്തായാലും എത്തുന്നത്. അപ്പം അതെല്ലാവരും കാത്തിരിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്